നമസ്കാരം സുഹൃത്തുക്കളെ. ഓയ് ചേച്ചി, അയ്യോ ചേച്ചി, കേരള ചേച്ചിയേ വളവാണ് ചേച്ചിയെ. എന്തായാലും ചേച്ചിയുടെ തലയില ഹെൽമെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ കളർ കൊള്ളയില്ലേ ചേച്ചി. വളവിലൊക്കെ വെച്ചെത്തി ഓട്ടയ്ക്കോ ഭഗവാനെ ദേ കീറിപ്പോന്നു. ഈശ്വര വളവാണ് കർത്താവേ. അയ്യോ എന്റെ മോനെ പോയ പോക്ക് കണ്ട സുഹൃത്തുക്കളെ. ചേച്ചിയുടെ വയറുകളാണെന്ന് അത് ഇതെന്നതാന്നേ റോഡിക്കൂടെ വന്ന ട്രെയിനിന്റെ സിമ്പിളാണോ ഇറ്റിയൊക്കെ? ഇതിനെ ഓട്ടയ്ക്കാൻ തന്നെ പ്രത്യേക ഒരു കഴിവാണ്. ചേച്ചിയെ സമ്മതിക്കണം. എന്റെ ഭഗവാനെ എത്ര ടയറാ നോക്കിക്കേ. ദേ പോകുന്നു റൈഡർ ചേച്ചി. ഹലോ ചേച്ചി, ചേച്ചിയെ പഴിഞ്ഞ് പൊളിയായിരുന്നു കേട്ടോ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. കൊറേ നാളായി വായിരിക്കുന്ന കേട്ടിട്ട് ഇപ്പൊ സന്തോഷായി. അപ്പൊ ശരിന്നാ ഞാൻ പോട്ടെ ചേച്ചി. ടാറ്റാ. ഇനിയും ചേച്ചിയോട് സംസാരിച്ചിരുന്നു ചേച്ചി ആ സ്കൂട്ടി എന്റെ നെഞ്ചത്തോടെ കയറ്റിയാനെ. അയ്യോ ഓയ് അടുത്ത ചേച്ചി. അല്ലെങ്കിൽ വേണ്ട, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് നീ ചേച്ചിയുടെ വായിക്കുന്നവരൊക്കെ എനിക്ക് വയ്യ. ഞാനിങ്ങനെ ഒരു കല്യാണം കഴിച്ചാലോ ഞാൻ ആലോചിക്കായിരുന്നു. എന്താ അഭിപ്രായം? ഒരു 27-28 അറിവില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാധരൻ. പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ. പേടിച്ചെനിക്കാണ് കെട്ടിപ്പോ. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് വേണം. സാബിന് എന്ത് മതിപ്പ് തോന്നോ അത് ഉറപ്പിക്കാം. എന്നെങ്കിലും ഞാൻ ഒരുത്തിനെ കാണും. അന്ന് ആരൊക്കെ എതിർത്താലും അവളെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിറക്കിക്കൊണ്ട് വരും. പേര് ചൊല്ലാൻ ഒരവസരം ഉടനെ ഉണ്ടാവായിക്കല്ലേ. എനിക്ക് ശരിക്കും ഹെലൻ കെല്ലർ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഓർമ്മ വന്നത്. ലൈഫ് ഈസ് എയ്തർ എ ഡെയറിങ് അഡ്വഞ്ചർ ഓർ നത്തിങ് അറ്റ് ഓൾ. അയ്യോ അമ്മച്ചോടോ ഇംഗ്ലീഷ് മനസ്സിലായില്ലല്ലേ? അതായത് രമണ, എല്ലാവരും ജീവിക്കുന്നു, കഴിക്കുന്നു, ഒരു കാലഘട്ടം കഴിയുമ്പോൾ മരിക്കുന്നു. നമ്മുടെ മനസ്സിന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രാന്തൊക്കെ ചെയ്ത് നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്? അതുകൊണ്ട് ജീവിക്കുക. എന്ത് പ്രാന്താണെന്ന് ആര് പറഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും വിഷമങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. ഓക്കെ, ബൈ.